ഒരു തവണ ഇങ്ങനെ പോർക്ക് ഫ്രൈ ഉണ്ടാക്കി നോക്കൂ, വീണ്ടും വീണ്ടും ചോദിച്ചു കഴിക്കും നിങ്ങൾ. ഹായ് എവരിവൺ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സൂപ്പർ ടേസ്റ്റിയായ സ്പൈസി പോർക്ക് ഫ്രൈ ആണ്. ചോറിനും കപ്പയ്ക്കും പൊറോട്ടയ്ക്കും പൊളി കോമ്പിനേഷനാ. ഇന്നത്തെ പോർക്ക് ഫ്രൈ ഉണ്ടാക്കുന്നത് മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം ഉണ്ണിയേട്ടനാണ്. ഉണ്ണിയേട്ടൻ നമ്മുടെ ഒരു ഫാമിലി മെമ്പറും കൂടിയാണ്. പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടാണ്. അവരിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൂടുമ്പോഴൊക്കെ ചിക്കനും പന്നിയും ബീഫും ഒക്കെ വാങ്ങിക്കും. അവർ തന്നെ കുക്ക് ചെയ്യും. അവരെല്ലാവരും അടിപൊളി വൈബിലായിരിക്കും അന്നേരം. പന്നി ഞാൻ ഉണ്ടാക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഉള്ളി കട്ട് ചെയ്തുകൊണ്ടിരിക്കുക, കണ്ടില്ലേ നിങ്ങൾ? വഴറ്റാൻ വേണ്ടതൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ടൈമിൽ പന്നി നെയ്യ് ഉരുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പന്നി നെയ്യ് കുറച്ചധികം കിട്ടിയിട്ടുണ്ട് കേട്ടോ. നെയ്യ് കൂടുതലുള്ള ഇറച്ചിയായിരുന്നു, അതുകൊണ്ട് നെയ്യ് ഒരു ഗ്ലാസോളം കിട്ടി. കുറച്ചുകൂടെ നെയ്യ് അവിടെ കിടന്ന് ഉരുകട്ടെ. അരിഞ്ഞു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ഇടിച്ചെടുക്കുവാണേ. ഇവരുടെ കുക്കിംഗ് ആയതുകൊണ്ട് ഞാൻ ഇതിലൊന്നും ഇടപെട്ടില്ല. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. പൊടിയൊക്കെ വറക്കാൻ വേണ്ടി അമ്മ എടുത്തു വെച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളകും പിന്നെ കുറച്ച് പെരുംജീരകവും ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് ചേർക്കുന്നത് മീറ്റ് മസാലയാണ്. പന്നി മസാല ഇവിടെ ഇല്ലായിരുന്നു, അതുകൊണ്ട് മീറ്റ് മസാലയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. മീറ്റ് മസാല പൊട്ടിച്ച് ഒരു പാക്കറ്റിൻ്റെ പകുതിയോളം ഉണ്ടായിരുന്നു. അത് മുഴുവനായിട്ടും നമ്മൾ എടുക്കുന്നുണ്ട്. പൊടി വറക്കാൻ വച്ചിട്ടുണ്ട്, അത് നമുക്ക് മൂപ്പിച്ചെടുക്കാം. അപ്പോഴത്തേക്കും ഈ നെയ്യൊക്കെ നമ്മൾ കോരി എടുത്ത് കഴിഞ്ഞു കേട്ടോ. അത് എടുക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നെയ്യ് കോരി എടുത്തതാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഇത്രയും നെയ്യുണ്ട്, അതൊരു വലിയൊരു സ്റ്റീൽ ഗ്ലാസ് നിറച്ചുകൊണ്ടായിരുന്നു കേട്ടോ നെയ്യ്. ഇനി നമുക്ക് അതിലേക്ക് അതിൻ്റെ കുറച്ച് നെയ്യങ്ങ് മാറ്റി വെച്ചിട്ട് അതിൽ തന്നെ ഒരു സ്പൂണ് കടുക് പൊട്ടിച്ചിട്ട് അതിലേക്കാണ് നമ്മൾ വഴറ്റാനുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഉള്ളിയും പച്ചമുളകുമാണ് നമ്മളിപ്പം അതിലേക്ക് എണ്ണയിലിട്ട് വഴറ്റിയെടുക്കുന്നത്. നമ്മുടെ കുക്ക് ചെയ്യുന്ന ആൾ ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും കൂടെ കുക്ക് ചെയ്തൊരു പോർക്ക് ഫ്രൈ ആണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത്. നമ്മൾ വഴറ്റാൻ വെച്ച ഉള്ളിയൊക്കെ നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ മസാല പെരക്കി വെച്ച
പന്നി അതിലേക്ക് ചേർത്ത് കൊടുക്കണം. ആ പെരക്കി വെച്ച പന്നിയാണ്. ഫസ്റ്റേ അത് വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്തിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും കറിവേപ്പിലയും കൂടെ മിക്സ് ചെയ്ത് വെച്ചതായിരുന്നു. ചട്ടിയിലേക്ക് നമ്മൾ പന്നിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ടൈമിൽ തന്നെ നേരത്തെ ചൂടാക്കി മാറ്റി വെച്ച പൊടികളും ചേർത്ത് കൊടുക്കാം. അതിലേക്ക് പന്നി വേവാൻ ആവശ്യമായ വെള്ളവും കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഒരു 20 മിനിറ്റെങ്കിലും പന്നി അടച്ചു വെച്ച് വേവിച്ചിട്ട് മാറ്റി വെച്ച പന്നി നെയ്യ് കുറച്ചൊഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാം. നമ്മുടെ പന്നി കണ്ടോ നല്ല കറുത്തിരിക്കുന്നുണ്ട്. നല്ലപോലെ പൊടി മൂപ്പിച്ചെടുത്താലേ ഈ ഒരു കളറ് കിട്ടും കേട്ടോ. തേങ്ങാക്കൊത്തൊക്കെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വറ്റൽ മുളക് ഒന്ന് ക്രഷ് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കാം. ഇതും ഒന്ന് ചൂടാക്കി എടുത്തിട്ട് നമുക്കിതിലേക്ക് ആ വേവിച്ച് വെച്ച പന്നി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇറച്ചിയുടെ വേവ് കറക്റ്റ് ആണെങ്കിൽ നമ്മുടെ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ രീതിയിലാക്കിയ പന്നി ഫ്രൈ വേവ് കുറവാണെന്ന് പറഞ്ഞിട്ട് അവർ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് ഒന്ന് കുറച്ച് നേരം കൂടെ വേവിച്ചു. എന്നിട്ട് പൊടികളൊക്കെ കുറച്ചും കൂടെ ചേർത്തിട്ട് പിന്നെയും ഫ്രൈ ആക്കിയെടുത്തതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതാണ് ഒരുപാട് പേര് കൂടി ഒരു കറി ഉണ്ടാക്കുമ്പോൾ സംഭവിക്കുന്നത്. എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല ടേസ്റ്റ്. എന്തെന്നാണെങ്കിലും വെച്ച പന്നി ഫ്രൈ അത് അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ഫ്രൈ ആയിട്ട് തന്നെ കിട്ടീനി. അപ്പം നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ഞെക്കണേ. എന്നാൽ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.